ഒരു ലേഡിയാണ് വളരെ സങ്കടമായിട്ട് ഇവരുടെ മകളുടെ കാര്യം എന്നോട് പറഞ്ഞു. നിമിഷ എന്നാണ് പേര്. കുറെ പടങ്ങളൊക്കെ കാണിച്ചു. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. വെളുത്ത നല്ല തുടുത്ത നല്ല മുഖമുള്ള സുന്ദരി കുട്ടി. ഈ മോള് BDSന് പഠിക്കുകയായിരുന്നു കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന കോളേജില്. അവിടെ വെച്ച് ഈ കുട്ടി ഒരു ട്രാപ്പിൽ പെടുകയും പിന്നീട് ഈ കുട്ടിയെ കാണാതാവുകയും ചെയ്തു. അതുകൊണ്ട് എന്റെ മോളെ ഇതുപോലെ കടത്തിക്കൊണ്ടുപോയി, എന്നെ ഒന്ന് രക്ഷിക്കുക, മോളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിക്കാനാണ് എന്റെ അടുത്ത് വന്നത്. പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ, അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടും ആയിരിക്കാം. എന്തെങ്കിലും എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടോ ബോംബ് ഉണ്ടാക്കാനോ IT കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഡെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനൊക്കെയുള്ള ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. തിരഞ്ഞെടുത്ത് അവര് തന്നെ എന്തൊരു ഡയറക്ട് ചെയ്ത് സിനിമ എടുക്കുന്ന പോലെ സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. കാണാൻ കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ഇതുപോലെ ചിന്തകൾ നിറയ്ക്കും. നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളില് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ചു കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നത്. നല്ല രൂപ കൊടുക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത്. ഈ പൈസയൊക്കെ എവിടുന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാശിങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് പല സോഴ്സുകളിലൂടെ. അത് വെച്ചിട്ടാണ് ഇവർ ഈ ട്രെയിനിങ് നടത്തുന്നതും ആൺകുട്ടികളെ, മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ, നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവർ റിക്രൂട്ട് ചെയ്യും. എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് മാനേജ്മെന്റ് കോട്ടയിലോ സീറ്റുകളിലോ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ല, ഇതുപോലെയുള്ള മറ്റ് മതത്തിലുള്ള പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു. എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവർ പഠിപ്പിച്ചു വിടുന്നു. ഇങ്ങനെ ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവത്തിലൂടെ ഒരു ടെറർ ഉണ്ടാക്കിയ ആളുകളെ എല്ലാവരെയും കൺവേർട്ട് ചെയ്യുകയും കുറെ കുട്ടികൾ, അവർക്ക് ആളുകൾ വേണമല്ലോ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ ദേ നീഡ് പീപ്പിൾ ടു വർക്ക് വിത്ത്. അപ്പൊ ഇതുപോലെയുള്ള ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെറിയ പ്രായം തൊട്ട് എടുത്തു തുടങ്ങിയാൽ നല്ലതല്ലേ എന്നുള്ള വിശ്വാസത്തിലാണ് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി വളരെ പ്രായം കുറഞ്ഞ 18, 19, 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെയാണ് അവർ ട്രാപ്പ് ചെയ്ത് വീഴ്ത്തുന്നത്. ഏത് പേരാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചാൽ, ലവ് ജിഹാദോ വേറെ എന്തെങ്കിലും ജിഹാദോ എന്തുപയോഗിച്ചാലും ഇതുപോലെയുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഇതുപോലെ ദുഷിച്ച ഒരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കുടുംബത്തിലുള്ളവരും അമ്മമാരും പെൺകുട്ടികളും ഒക്കെ മനസ്സിലാക്കണം. മുൻ കേരള DGP ആയിട്ടുള്ള ശ്രീലേഖ IPS അവരുടെ ഒരു വീഡിയോ ഈ അടുത്തായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ആ വീഡിയോയിൽ അവർ പറയുന്നൊരു കാര്യം, ഇവിടെയുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക്, അങ്ങനെയുള്ള പ്രൊഫഷണൽ കോളേജുകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ. അപ്പോൾ റിക്രൂട്ട് ചെയ്ത് അത് മാനേജ്മെൻറ്റ് കോട്ടയിലൂടെ യുവാക്കളെ കൊണ്ടുവന്നിട്ട് പിന്നെ അമുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ അവരെങ്ങനെ പിന്നെ പിടിക്കാൻ വേണ്ടി ഞാൻ ആ പ്രായത്തിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഞങ്ങളൊക്കെ പോകുന്നത് ഇങ്ങനെ മതം മാറ്റാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പ്രണയിക്കാനാണ്. പിന്നെ മെഡിക്കൽ കോളേജിൽ, ഒന്നാമത് മെഡിക്കൽ കോളേജിൽ പ്രണയിക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഈ പഠിക്കാൻ തന്നെ അത്രപ്പാടുണ്ട്. അപ്പം അങ്ങനെയുള്ള പിന്നെ വളരെ ബാലിശമായിട്ടുള്ള കുറേ ആർഗ്യുമെൻ്റാണ് അവർ പറയുന്നത്. ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ പിന്നെ മുമ്പ് 2009 ഈ വിഷയമൊക്കെ വരുന്നത്, ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യമായിട്ട് കടന്നു വരുന്നത്. അപ്പം അന്ന് 2 യുവാക്കൾ ഈ തരത്തിൽ ഒരു പിന്നെ അവരുടെ സ്വാഭാവികമായിട്ടുള്ള എന്തോ ഒരു പ്രണയം അതിങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വന്ന് അവർ പിന്നെ വിവാഹം കഴിച്ചു, മതം മാറ്റി. അപ്പോൾ ഇത് വലിയ പ്രശ്നമായി വന്ന് പിന്നെ 2009 സെപ്റ്റംബറിലാണ് ഈ ഒരു വിഷയം വരുന്നത്. പിന്നെ അന്ന് കോടതിയിലേക്ക് വിഷയം വന്ന സമയത്ത് 3 ആഴ്ച കൊടുത്തു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പഠിക്കാൻ 3 ആഴ്ച കൊടുത്ത് നവംബറിലാണ്, പിന്നീട് നവംബർ 9 മറ്റോ ആണ് അവരുടെ റിപ്പോർട്ട്, DGPയുടെ റിപ്പോർട്ട്, അന്നത്തെ DGPയുടെ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യമില്ല, ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘം ഇതിനായി പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പിന്നീട് വീണ്ടും അത് പിന്നെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 2009 ഏത് സർക്കാരാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇവരാരും റിപ്പോർട്ട് കൊടുത്തപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് ബോധ്യപ്പെട്ടത്. പിന്നെ അന്ന് ഈ തരത്തിൽ ഏതെങ്കിലും പിന്നെ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് മാത്രമല്ല, ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇപ്പം മലയാള മനോരമയുടെ പിന്നെ അന്നത്തെ ഒരു ടൈറ്റിൽ ഇതാണ്, ലവ് ജിഹാദിൻ്റെ ചതിക്കുഴിയിൽ വീണ 2866 പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് അവരുടെ ഒരു ലേഖകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിന്നെ ലേഖനം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല, അവരുടെ ലേഖകനാണ് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ ഈ രീതിയിൽ മാധ്യമങ്ങളടക്കം അതിനെ കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതേ മാധ്യമങ്ങൾ പിന്നീട് ഇപ്പം ഈ അടുത്ത് വന്ന മറ്റൊരു വാർത്ത, ലവ് ജിഹാദ് കുപ്രചരണത്തിന് പിന്നിൽ മതസംഘടനയുടെ വെബ്സൈറ്റ് എന്ന് പോലീസ്.
ഇതേ മാധ്യമങ്ങളാണ് ആദ്യം എന്ത് ചെയ്തത്, ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ അവതരിപ്പിച്ചത് ഈ ഒരു വിഷയത്തെ. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു പിന്നെ ശ്രീലേഖ IPSൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് മുൻപ് ദൂരദർശൻ കേരള ഹെയ്റ്റ് സ്റ്റോറി എന്താണ് കാണിച്ചിരുന്നു. അപ്പോൾ അതിന് ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് എന്ന രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും, 1 കോടി രൂപ മറ്റോ എന്താണ് 10 ലക്ഷം 1 കോടിയോ മറ്റോ ഒരു പ്രവാസി ഇനാം പ്രഖ്യാപിച്ചു. ആരെങ്കിലും തെളിവ് കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, ഞാൻ അത്രയും ഇത് കൊടുക്കാമെന്ന്. അപ്പോൾ അതിനെ ഒന്നും നേരിട്ട് അഡ്രസ്സ് ചെയ്യാനുള്ള യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഈ വീഡിയോ വീണ്ടും എടുത്ത് ബൂസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതൊന്ന് നമ്മൾ കുറച്ചും കൂടെ ഒരു അനലറ്റിക്കലായിട്ടൊന്ന് കാണേണ്ടതുണ്ട്. ഈ വിഷയം ഒന്ന് വിശകലനം ചെയ്യേണ്ടത്. ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന ധാരാളം സംശയങ്ങൾ അതിപ്പോൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നവരുടെ താല്പര്യം നമ്മൾ മാറ്റിവെക്കുകയാണ്. കാരണം അവരൊരിക്കലും ഇത് സത്യമാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലുള്ള ഒരാശങ്ക പങ്കുവെക്കലൊന്നുമല്ല. അവിടെ വ്യക്തമായിട്ട് വെറുപ്പ് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ ഈ പ്രചരണങ്ങളുടെ ചതിക്കുഴിയിൽ വീഴുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് ഈ കാര്യം അവർക്ക് മനസ്സിലാക്കാൻ ഒരവസരം കൊടുക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ഒരു വിശകലനം നടത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്കറിയാം, ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രതി ചേർക്കാനാണ് ശ്രമിക്കുന്നത്. ആ മതവിഭാഗക്കാരാണ് മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം എന്തായിരിക്കണം, ഇതിന് മതപരമായ ഒരു പ്രചോദനമുണ്ടെന്നുള്ള ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മതപരമായി ഇക്കാര്യം പ്രതിഫലാർഹമായ ഒന്നാകണം. അതാണ് ഒരു നല്ല മതൊരു കാര്യം ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ന് അമുസ്ലിങ്ങളായിട്ടുള്ള വലിയ വായനയൊന്നും ഇല്ലാത്തവർക്ക് ഇവരെ കേട്ടിട്ടുള്ള പദങ്ങളുണ്ട്. ഹലാല് ഹറാമെന്ന്. ഇസ്ലാമിൽ എന്തുണ്ട്, എന്തോ ഒരു ഹലാല് ഹറാമ്, ഈ 2 സാധനം ഉണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയം, ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷിദ്ധം. ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷിക്കാൻ പറ്റുന്നതും ഭക്ഷിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ വിഷയങ്ങളിലും ഇതുപോലെയുള്ള ഹലാൽ ഹറാമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഗണത്തിൽപ്പെടും? അപ്പോൾ അങ്ങനെ ഒരു ലവ് ജിഹാദ് എന്നുള്ള ഒരു കാര്യം മുസ്ലിങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായിട്ട് ഉണ്ടെങ്കിൽ അതെന്താവണം? ഹലാലാവണല്ലോ, അനുവദനീയമാകണല്ലോ. അപ്പോൾ ഈ ലവ് ജിഹാദിൻ്റെ അപ്പുറത്തെ വശം എന്താണ്, അത് ഒരു പെൺകുട്ടിയെ പ്രേരിപ്പിച്ച് പിന്നെ മതം മാറ്റി വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഒരു ഇണയുമായിട്ട് പതര ഉമ്മ പെങ്ങന്മാർ അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള ആളുകൾ ഇവരൊക്കെ ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഉള്ള ബന്ധം അനുവദനീയമാണ്. എന്നാൽ ഇവരല്ലാത്തൊരു പെൺകുട്ടിയോട് ഇസ്ലാമിൻ്റെ നിലപാടെന്താ? ഒരു നിലയ്ക്ക് ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ബന്ധത്തെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഈ പറഞ്ഞ ഹറാമിൻ്റെ നിഷിദ്ധമായ മറ്റേ ഗണത്തിലാണ് പെടുന്നത്. ഇനി വിവാഹം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന് എന്തുണ്ട്, കൃത്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ ഉണ്ട്. അതിനകത്ത് വലിയുണ്ട്, മഹറുണ്ട്, അല്ലേ, സാക്ഷികളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഒരു സാധൂകരിക്കാൻ പറ്റുന്ന വിവാഹം നടക്കുള്ളൂ. ഇനി വിവാഹേതര ബന്ധങ്ങൾ, തൻ്റെ ഭാര്യയോ ഇണയോ അല്ലാത്ത ആരോടുമുള്ള ബന്ധത്തെ ഇസ്ലാം 100% ഹറാമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അത്തരൊരു ബന്ധം നടന്നാൽ എന്തായാലും ശിക്ഷ? കല്ലെറിഞ്ഞ്, അല്ലേ, മറ്റേ വിവാഹിതനാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുവന്, അല്ലാത്തവർക്കും എന്ത് ചെയ്യും, 80 അടി ഉണ്ട്. അപ്പോൾ കനത്ത ശിക്ഷയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു അന്യ സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കകത്ത് അല്ലെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇത്തരത്തിലുള്ളൊരു മുസ്ലിമിനെ സംബന്ധിച്ചോളം പിന്നെ അവന് ലവ് ജിഹാദിനുള്ള ഒരു പ്രചോദനമോ അനുവാദമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള, ഇത് മതപരമായി അവനുള്ള ഒരു അനുവാദം ഇതെവിടെയാണുള്ളത്? അപ്പോൾ ഇതില്ലാത്തിടത്തോളം നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്,
ഇത് ഇവിടെ ഈ ഗാന്ധർവ വിവാഹമൊന്നും പറ്റില്ല അർത്ഥം. അതിപ്പം അതിനുള്ള അനുവാദമൊന്നും ഇസ്ലാമിലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൽ എവിടെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ആരോപണത്തിൻ്റെ ഒരു കാതൽ നമ്മൾ നോക്കണം. ഇവിടെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ധാരാളം സംഘടനകൾ അല്ലെങ്കിൽ നന്നായി സംഘടനാവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മതവിഭാഗമാണ് മുസ്ലിങ്ങൾ. ഒരു 10-20% ഒരു പക്ഷത്തിൽ പെടാതിരിക്കുന്നുണ്ടാവും. ബാക്കി ഒരു 80% ഇവിടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളുടെ ആളുകളോ ഇനിയിപ്പോൾ മെമ്പർമാരായിരിക്കാം, അനുഭാവികളെങ്കിലും ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് സഭകൾ ഉള്ളതുപോലെ തന്നെ ഏതെങ്കിലും സഭയിൽ ചേരാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് നിൽക്കാൻ എന്ത് ചെയ്യില്ല, പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ആ പറഞ്ഞ പോലെ എന്താണ് ആ സ്വതന്ത്ര വ്യക്തിത്വം എന്നുള്ള അർത്ഥത്തിൽ മൂപ്പർക്ക് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സഭയുടെ വിലക്കുകൾ നേരിടേണ്ടി വരും. അത്രത്തോളം മുസ്ലിങ്ങൾ ചെയ്യാറില്ലെങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് ഈ സംഘടന എന്നുള്ളതിൽ അവർക്ക് ആ രീതിയിലുള്ള ഇതിനോടുള്ള പക്ഷപാതിത്വം ഉണ്ടെന്നർത്ഥം. അപ്പോൾ ഇവിടെ പിന്നെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഏതു സംഘടനയാണ് ഇതിന് പ്രോത്സാഹനം നൽകുന്നതെന്ന് ഉണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇതിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടെങ്കിൽ ആ സംഘടനയെ അന്വേഷണത്തിൽ എന്ത് ചെയ്യും, കണ്ടെത്തണമല്ലോ. ഇനി അതല്ല ഈ സംയുക്തമായിട്ട് എല്ലാ സംഘടനകളും കൂടെ ചേർന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് എടുത്തിട്ടുള്ളൊരു നമുക്ക് ഒരു തീരുമാനമാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള മുസ്ലിം സംഘടനകൾ വളരെ ആഴത്തിലൊന്നും പഠിക്കണ്ട, ജസ്റ്റ് അതിന് ഉപരിപ്ലോഹമായിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോഴുള്ള 2 കൂട്ടരുടെ പ്രസംഗം മാത്രം കേട്ടാൽ മതി. അത്ര കേട്ട ഒരാൾക്ക് പോലും അറിയാം ഈ സംഘടനകൾ തമ്മിൽ യോജിപ്പില്ലെന്ന് മാത്രമല്ല അതികഠിനമായിട്ടുള്ള വിയോജിപ്പുകളുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ മുസ്ലിം വിഭാഗങ്ങളെല്ലാം ഇത്തരത്തിൽ ഒരു അനിസ്ലാമികമായൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടിയിരുന്നിട്ട് യോജിച്ചൊരു തീരുമാനം, മിനിമം പ്രോഗ്രാം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു മിനിമം പ്രോഗ്രാം എന്ത് ചെയ്തു ഉണ്ടാക്കി എന്ന് പറയുന്നുള്ള ഒരു ബാലിശത്വം എത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിയേണ്ടത്. ഇനി മാത്രമല്ല ഇപ്പോൾ ഇവരുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ വ്യാപകമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ സ്ട്രീം സംഘടനകൾ തന്നെ ശ്രമിക്കണം. കാരണം അവർക്കാണ് കൂടുതൽ അനുയായികളുള്ളത്. അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വളരെ നിഗൂഢമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. കാരണം നമ്മുടെ സിനിമയിലെ കണക്ക് 32,000 ആണ് അല്ലേ. അതിനുശേഷം ഇപ്പം എന്ത് ചെയ്തു, ഒരു സഭയാണോ ആരാണ് ഒരു കണക്ക് ഇറക്കിയത്, പത്രോ ഓരോ കണക്ക് ഇറക്കിയത് 2000 എന്നുള്ള കണക്കൊക്കെ ഇറക്കി. എന്തായാലും ശരി, ഈ കണക്കുകളൊക്കെ കേരളത്തെ സംബന്ധിച്ചോളം വലിയൊരു സംഖ്യയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത്രയും പേരുടെയൊക്കെ ഒരു കൺവേർഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഒരു വ്യാപകമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു സംഘടന അത്രയും വ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തണം. കാരണം ഇപ്പോൾ 100 പേരിൽ ഈ ക്യാമ്പയിൻ നടത്തിയാൽ അതിന് മാക്സിമം 10 പേരല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് വലിയ അങ്ങനെ വ്യാപകമായൊരു പ്രചരണം നടന്നു കഴിഞ്ഞാൽ ഇത് പുറത്തറിയും. ഇനി പുറത്തറിഞ്ഞിട്ടില്ലെങ്കിലും ഇത് ആദ്യം പുറത്തറിയിക്കുക മറ്റ് സംഘടനകളാകാരം. അതെ, മുസ്ലിങ്ങൾക്കിടയിലുള്ള സ്വഭാവം വെച്ച് എന്ത് ചെയ്യും, ഇത് പുറത്തറിയും. ഇനി അതല്ല, ഇനി മൂന്നാമത്തെ സാധ്യത എന്താണ്, ഇതൊരു രഹസ്യ സംഘടന, വളരെ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അവിടെ രഹസ്യ അജണ്ടയായിട്ടാണ് എന്ന് നമ്മൾ കരുതാൻ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോഴും ഇത് ഈ അന്വേഷണത്തിൻ്റെ ഒരു പരിധിയിൽ വരികയും, കാരണം മറ്റ് ഇതിനേക്കാൾ എത്രയോ നിഗൂഢമായി നടന്ന പല പ്രവർത്തനം, ഇപ്പോൾ തടിയൻ്റെ ഇവിടെ നസീറൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹം ഇവിടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ടൗൺ ഹാളിലൊരു പരിപാടി നടക്കുന്നത് പോയി പിടിക്കാൻ പോലീസിന് കഴിവുണ്ടെങ്കിൽ ഇത്ര വ്യാപകമായി വർഷങ്ങളോളം നടക്കുന്ന ഒരു പ്രക്രിയയിൽ ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിയാതിരിക്കുമോ, അല്ലെങ്കിൽ ആ സംഘടനയുടെ വേര് കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുമോ? ഇനി ഒന്നും കൂടെ ആലോചിച്ച് നോക്കും, ഇതിങ്ങനെ വ്യാപകമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇതിൽ കിട്ടാതിരിക്കുമോ? ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടാതിരിക്കുമോ? ഒരു ലഘുലേഖ കിട്ടാതിരിക്കുമോ? എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്ററി, ഇതിനുള്ള എവിഡൻസ് ഇതിനെ പ്രൂവ് ചെയ്യുന്ന രൂപത്തിലുള്ള മുസ്ലിം സംഘടനകൾക്കിടയിൽ നിന്നോ മുസ്ലിങ്ങളിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ആ രീതിയിലുള്ള സംഘടനാ നേതാവോ ആരെങ്കിലും പ്രചരിപ്പിച്ച
ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ലേഖനത്തിൻ്റെയോ ഓഡിയോൻ്റെയോ ഒരു പോസ്റ്റർ, സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്ററെങ്കിലും ഉണ്ടാവില്ലേ? ഇങ്ങനെ ഏതെങ്കിലും ഒരു എവിഡൻസ് ആരും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള തെളിവുകളില്ല എന്നുള്ളതും സമ്മതിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കി നോക്കും. തിരിച്ച് നമുക്കറിയാം, മുസ്ലിം പെൺകുട്ടികളെ ഈ രീതിയിൽ വളച്ചെടുക്കാനും അവരെ വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഗർഭിണികളാക്കാനും പിന്നെ ഹിന്ദു മറ്റേ കുട്ടികളെ അവരിലൂടെ ജനിപ്പിക്കാനൊക്കെയുള്ള വീഡിയോസ് എന്തിനേറെ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നടന്ന സനാതനം എന്താണ്, അതായത് സന്യാസിമാർ കൂടിച്ചേർന്ന് നടത്തിയ വലിയ ഈ സമ്മേളനത്തിൽ പോലും പരസ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നും നമുക്ക് യൂട്യൂബിൽ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അവിടെ മുസ്ലിങ്ങൾക്കെതിരെ ഇത്തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങളുടെ വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ എവിഡൻസസ് എന്തുണ്ട്, ലഭ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു ഇത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നില്ല? ഇനി മറ്റേതിൻ്റെ നടപടി ഉണ്ടായിട്ടുണ്ടോ? എത്ര പോസ്റ്റുകളാണ് ഇത്തരത്തിൽ, എത്രയോ പോസ്റ്റ്. ഇപ്പോൾ ഈ അടുത്ത് പോലും നമുക്കറിയാം, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി എന്തോ ഒരു ഇതിൻ്റെ ചെയർമാനൊക്കെ ആക്കിയ ഒരു കക്ഷിയുണ്ട്, CP സുഗതൻ. അദ്ദേഹത്തിൻ്റെയൊക്കെ പോലെ വൾഗറായിട്ടുള്ള പ്രസ്താവനകൾ നമുക്കറിയാം. വനിതാ മതിലിൻ്റെ ആ സമയത്ത് വളരെ വൾഗറായിട്ടുള്ള പ്രസ്താവനകൾ. അതിനെതിരെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നടപടികൾ ഉണ്ടായിട്ടില്ല, അന്വേഷണങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ പറഞ്ഞു, പ്രചരിപ്പിച്ചു, ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് മുമ്പിൽ ഒരു ആറാമത്തെ ഒരു എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇത് ഏതിപ്പോൾ ശ്രീലേഖ എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസറാണ്, ആയിരുന്നു, ഉന്നതമായ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള, ജയിൽ IG അടക്കമായി ഇരുന്നിട്ടുള്ള ആണ്. അപ്പോൾ ഇവർക്കറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ അത് ഏതൊരു അന്വേഷണ ഏജൻസിയാണത് അന്വേഷിച്ചത്. സാധാ കേരള പോലീസാണോ, ക്രൈം ബ്രാഞ്ചാണോ, സ്പെഷ്യൽ ബ്രാഞ്ചാണോ, അതിന് CBI ആണോ, NIA ആണോ? മാത്രമല്ല നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു പോലീസ് അന്വേഷിക്കുന്നത് മാത്രമല്ല, എല്ലാ ദിവസവും സ്പെഷ്യൽ ബ്രാഞ്ച് അന്നു നടക്കുന്ന കാര്യങ്ങളുടെ ഈ രഹസ്യ റിപ്പോർട്ടുകൾ ആഭ്യന്തരമന്ത്രിക്ക് അയച്ചു കൊടുക്കും. ഇതൊക്കെ റെക്കോർഡ് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര കാലം ഇതൊക്കെ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരു റെക്കോർഡ്, ഒരു ഫയൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ എന്താണ്, അത് ശ്രീലേഖ എന്ത് ചെയ്യണം, IPS ആണല്ലോ അവർ പറയണം. നമുക്ക് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉണ്ട്, കേരള സർക്കാരിനടക്കം തന്നെ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതെടുത്ത് പറയണ്ട. ഒരു വക്കീലോ ഒരു പോലീസ് ഓഫീസറൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക എന്താണ്, ഒന്നുകിൽ നിയമത്തിൻ്റെ കൃത്യമായ ഭാഷയിൽ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഇവരെന്താ ഉന്നയിച്ചത്? ഇവർ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു, ഞാനവനെ കേട്ടിരുന്നു, അപ്പോൾ ഞാനിത് കൊടുത്ത് തള്ളിക്കളയാൻ ചെയ്തിരുന്നത്, പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്ന് പറഞ്ഞ കഥ കേരളം മുഴുവൻ കേട്ട കഥയാണ്. അതിലെവിടെയാണ് ലവ് ജിഹാദ് ഉള്ളത്? എന്നിട്ട് ആ കഥയെ സ്ഥാപിക്കാൻ വേണ്ടി ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, അതിനകത്ത് ആദ്യം ഈ പെൺകുട്ടിയെ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ ആദ്യം എന്ത് ചെയ്തു, ഒരു മുസ്ലിം ചെക്കൻ കല്യാണം കഴിച്ചു, ഗർഭിണിയാക്കി, അത് അബോർട്ട് ചെയ്തു. പിന്നീട് ഒരു ക്രിസ്ത്യൻ കക്ഷിയാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമായി കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജിഹാദിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. ഇനി അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ചും പോലീസ് എന്താ പറഞ്ഞത്, ഈ പറയുന്നവർ ഈ 4 പേരെന്ന് ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നല്ലോ, ഇവരാരും പ്രാദേശികമായോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ ബോഡിയുമായിട്ടോ ബന്ധപ്പെട്ടതിനൊരു തെളിവില്ല. ഇവരെല്ലാം ചെയ്ത് ഇൻ്റർനെറ്റ് വഴിയാണ്. ആ ഇൻ്റർനെറ്റ് വഴി ബന്ധപ്പെട്ട് ചില ഏജൻസികളുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഘടനയോ ആരും ആവാം. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇവർ ശ്രീലങ്കയിലേക്കും അവിടുന്ന് പിന്നീട് സിറിയയിലേക്കൊക്കെ എത്തുന്നത്. അതല്ലാത്ത ഒരു തെളിവ് പോലീസിൻ്റെ വിഷയത്തിൽ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ഇതല്ലാത്ത വളരെ കൃത്യമായിട്ടുള്ളൊരു ഡാറ്റയോ റിപ്പോർട്ടോ ഒന്നും ഇവരിതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇനി വേറൊന്ന്, ഇത് കോടതിയുടെ മുമ്പിൽ എത്തിയതാണല്ലോ. കോടതിയുടെ മുമ്പിൽ എത്തിയെന്ന് മാത്രമല്ല, ഈ കോടതി
ഈ വിഷയം ഒടുവിൽ എന്ത് ചെയ്തു, തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു. അങ്ങനെ അവസാനം എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എന്തായി, ഇതിന് തെളിവ് അടിസ്ഥാനമില്ലാത്ത ആരോപണമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇവരെ ഇപ്പോൾ ചെയ്തത് എന്താണ്? ഇപ്പോൾ ചെയ്ത ഒന്നാമത് അത് അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ അവഹേളിക്കുക. അദ്ദേഹത്തിൻ്റെ അന്വേഷണം എന്തല്ല ശരിയല്ല എന്നുള്ളത്. രണ്ട്, ഇതിൽ ഒരു വിധിയിലേക്ക് എത്തിയ കോടതിയുടെ വിധിയെ അതിനെ അവഹേളിക്കുക. അതൊരിക്കലും ഒരു പോലീസ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പറ്റും. ഞാനോ കൂടെ പറയുന്ന പോലെയോ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലെയല്ലോ, അതുപോലെയുള്ളൊരു സ്ഥാനത്തിരുന്ന, അതുപോലെ ആളുകൾ ബഹുമാനം കൽപ്പിക്കുന്ന ഒരു സ്ഥാനത്തിരുന്ന ഒരാൾ കൃത്യമായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥ, അവരാണ് എന്ത് ചെയ്യുന്നത്, ആരുടെയോ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഈ ചപ്പലിൽ നിന്നൊക്കെ പെറുക്കിയെടുത്ത കുറച്ച് കടലാസ് എടുത്തിട്ട് അത് വായിക്കുന്ന പോലെ ഈ കാര്യം പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ വേറൊന്നും കൂടെ നോക്കുള്ളൂ. അതിൽ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇനി ഇത് നടന്നിട്ടുണ്ട്, അത് പൂഴ്ത്തി വെക്കുകയാണെന്ന് വെക്കുക. ഇപ്പോൾ CBIയും NIAയും ആരാണ് ഇപ്പോൾ അവരുടെ തലപ്പത്തിരിക്കുന്നത്, അവരാരാണ് നിയന്ത്രിക്കുന്നത് നമുക്കറിയാം. ഇനി അവരിത് പൂഴ്ത്തി വെക്കുകയാണെങ്കിൽ അവർ മുസ്ലിം പ്രീണനം നടത്തുകയാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ വേറൊരു വിഷയത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് കേരളത്തിൽ മാത്രം ഉണ്ടാക്കിയൊരു അപസർപ്പക കഥയൊന്നുമല്ല. എനിക്ക് മുമ്പ് ഇവിടെ വായിച്ച ഓർമ്മ ഉണ്ട്. അതായത് മുമ്പ് W.L. കാറ്റി എന്ന് പറയുന്നൊരു എഴുത്തുകാരി, ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ബന്ധപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്, കൂലി എഴുത്തുകാരി. അവരൊരു പുസ്തകം, അതിൽ മാരീഡ് ടു മുഹമ്മദ് എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കഥയാണ്. അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് യുവാക്കൾ, നല്ല സുന്ദരമായിട്ടുള്ള യുവാക്കൾ എന്ത് ചെയ്യും, യൂറോപ്പിലേക്ക് പഠിക്കാൻ വരും. എന്നിട്ട് യൂറോപ്പിലെത്തിയിട്ട് അവിടെയുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സ്ത്രീകളെ വളച്ചെടുത്ത് അവരെ മുസ്ലിമാക്കി കല്യാണം കഴിക്കുക. ഇത് അന്ന് അവരുണ്ടാക്കിയ കഥയാണ്. അതിൻ്റെ മറ്റൊരു മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ മലയാളത്തിലുള്ളൊരു രൂപമാണ് ഇപ്പം കേരളത്തിൽ കൊണ്ടുവന്നത്. അത് മാത്രമേ അതൊരു ഉള്ളൂ. അല്ല, അവരിപ്പം ഇതിനകത്ത് പറഞ്ഞെങ്ങനെ വെച്ചാൽ, ഇത് മദ്രസയിൽ പഠിക്കുന്ന ഒരു 10 വയസ്സൊക്കെ ആവുന്ന കുട്ടികളെ ആണ് എന്ത് ചെയ്യുന്നത്, ഇവരിതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ട്രെയിൻ ചെയ്യാണ്, തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ആ കുട്ടികളിൽ ഇങ്ങനത്തെ ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്തയോ ഫീഡ് ചെയ്യുന്നു. അതിന് സുമുഖന്മാരായ ഭംഗിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, അതിന് തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരിൽ ഇത് ഫീഡ് ചെയ്ത് അവർക്ക് ഫണ്ടൊക്കെ എന്ത് ചെയ്യും കൊടുത്ത് അവർ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജുകളിലേക്കും ഡെന്റൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എന്ത് ചെയ്യുന്നു, വിടുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഈ പ്രൊഫഷണൽസിനെ തന്നെ കൊണ്ടുപോകുന്നത് അവിടെ ഇവർക്ക് പല്ലുവേദന ഉണ്ടാകുന്നതാണ്, അത് ട്രീറ്റ് ചെയ്യാനും റോക്കറ്റൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള സാങ്കേതിക വിദ്യക്ക് ഒക്കെ വേണ്ടി വയ്ക്കുന്നത് വളരെ എന്താ വെച്ചാൽ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ഏറ്റവും വലിയൊരു അബദ്ധം നോക്കും. ഇവരതിനകത്ത് 2-3 തവണ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് നടക്കുന്ന ചില സലാഫി സെൻറ്ററുകൾ എന്നാണ്. ഈ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ എന്നൊക്കെ പറയുന്നത് കഞ്ഞിക്കുഴിയിലുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇവർ പറയുന്നത്, അങ്ങനെ ഈ സലാഫി സെൻറ്ററുകൾ വഴിയൊക്കെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾ പിന്നെ അയക്കപ്പെടുന്ന മഞ്ചേരിയിലുള്ള സത്യസരണയിലാണെന്ന്. ഇവർക്ക് ഈ മുസ്ലിം സംഘടനകളെ കുറിച്ച് എന്തറിയാം? ഇത്ര ഇഗ്നോറൻ്റായ അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, ഈ വിഷയത്തിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾ ഈ പറയുന്ന വാക്കുകൾക്ക് എന്ത് വിലയുള്ളത്? സലഫികളും സത്യസരണ ആരുടെയാണ്? അവരും സലഫികളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു ഡീപ്പായിട്ടുള്ളൊരു എന്താ പറയുക ഡിസ്പ്യൂട്ടിൻ്റെ തലം പോലും അറിയാത്ത ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ അവരെത്രമാത്രം ഈ അടിസ്ഥാനരഹിതമാണ്. ഇനി അത് പോട്ടെ, എന്താ ഇവരുടെ ക്രെഡിബിലിറ്റി എന്താണ്? ഇപ്പം നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഈ ശ്രീലേഖ IPS അങ്ങനെ വിവാദമുക്തയായിട്ടുള്ള ഒരു ഇതല്ലല്ലോ. നമുക്കറിയാം അവരിപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ അവർ യഥാർത്ഥത്തിൽ അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥയല്ല. പക്ഷേ ആ കേസ് നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, കാരണം ജയിലിൽ എന്താണ് IG ആയിരുന്നു അവർ. ജയിലിൽ ഒരു ദിവസം പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ദിലീപ് സാധാ തറയിൽ കിടക്കുന്നത് കണ്ടു, വലിയ സങ്കടം തോന്നി, പുതപ്പം വിരിപ്പൊക്കെ കൊടുത്തു അതൊക്കെ അവിടെ അത് നിർത്തിയിരുന്നത്. പക്ഷേ എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ദിലീപ് ഈ വിഷയത്തിൽ കുറ്റക്കാരനല്ല എന്നവർ പ്രസ്താവന നടത്തുകയാണ്. ഞാൻ സംശയിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരാളുടെ സംശയമായിട്ട് എന്താണ് നമുക്ക് നിൽക്കാം. പിന്നീട് ഇവരും ദിലീപും തമ്മിൽ നടക്കുന്ന ചാറ്റിൻ്റെ ഓഡിയോ പുറത്തു വരുന്നു. അപ്പോൾ ആ ഓഡിയോ പുറത്തു വരുമ്പോൾ അതിനകത്ത് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ടായത്, ഈവൻ ഫോറൻസിക് ലാബിലൊക്കെ എന്താണ് മാനിപ്പുലേഷൻസൊക്കെ നടക്കുന്നുണ്ടാവുന്നു, വിശ്വസിക്കേണ്ടതില്ല എന്ന രൂപത്തിലൊക്കെ ഒരു പോലീസ് ഓഫീസറുടെ മൊഴിയാണിത്.
കിളിരൂർ കേസ് അന്വേഷിച്ചത് ഇവരാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത്, അതിനകത്തൊരു VIP സന്ദർശിച്ച വിഷയം ഇതൊക്കെ നമുക്കറിയാം. അതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഈ സ്വാമിയായിരുന്ന സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരെ വലിയ അലിഗേഷൻ ചെയ്തു. അതിൽ ജോമോൻ പുത്തൻപുറക്കൽ ആണിത് ഉന്നയിച്ച്, അതായത് പിന്നെ ഒരു പോലീസ് ഓഫീസർ പിന്നെ നഗ്നപൂജ നടത്തി എന്നാണ്. നമ്മൾ പറയേണ്ടതൊന്നുമല്ല, പക്ഷേ ഇദ്ദേഹം അത് പറയണം. അപ്പോൾ ആ സമയത്ത് ആ തലത്തിലുള്ള ഒരു ഓഫീസറായിട്ട് ഇവർ മാത്രമാണുള്ളത്. അപ്പോൾ അവർക്കെതിരെയുള്ള ഒരു ആരോപണമാണെന്ന രൂപത്തിൽ അവരെന്നെ പറഞ്ഞു ഇദ്ദേഹത്തിനെതിരെ പരാതി. അന്നും പിന്നീട് വർഷങ്ങളോളം അവർ ആ പോലീസ് ഓഫീസർ സ്ഥാനത്തിരിക്കുന്നുണ്ട്. ഇത്രയും എന്താ പറയുക, കഠിനമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കക്ഷി അറസ്റ്റ് ചെയ്യണ്ടേ? അന്വേഷണം അവർ പ്രസ് ചെയ്യണ്ടേ? അവർക്ക് എന്തെല്ലാം രൂപത്തിൽ കോടതിയെ സമീപിക്കാമല്ലോ. പക്ഷേ ജോമോൻ പുത്തൻപുറക്കലിനെ പറയുന്നതാണ്, എന്നെ പോലീസ് വിളിപ്പിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല എന്നതാണ്. എന്നിട്ട് മുമ്പ് വീണ്ടും പ്രസ്ഥാനം പറഞ്ഞു, ഞാൻ അറിഞ്ഞിടത്തോളം എന്താണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ ഒരു രീതിയിലുള്ള ക്രെഡിബിലിറ്റി അവരെ സംബന്ധിച്ചോളം 100% ഒരാളല്ല. മറിച്ച് അവർ അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും ഈ രീതിയിലുള്ള വേവറിങ്സ് നടത്തിയെന്നതിന് തെളിവാണ്. ഇവരിതിനകത്തൊരു എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇതിൽ ഒരു കോളേജിൻ്റെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഒരു ഡെന്റൽ കോളേജ്, സെഞ്ചുറി ഡെന്റൽ കോളേജ്. എനിക്ക് വെച്ചപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു സ്ഥാപനത്തിന് വളരെ ഡാമേജ് ഉണ്ടാക്കുന്ന കമൻസാണ്. അവിടെ ഇതിൻ്റെ താവളമാണ്. അവരൊക്കെ ഇപ്പോൾ ഇതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ തീരുമാനിച്ചാലോ? ഒരു സ്ഥാപനം എന്നുള്ള അർത്ഥത്തിൽ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഒരു അർത്ഥത്തിൽ ഏതെല്ലാമോ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചതായിട്ട് നമുക്കിന് തോന്നുള്ളൂ. തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ചെയ്തുപോലെ നമുക്ക് എന്താണ് ഇത് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു കലങ്ങിയ അവസ്ഥ ഉണ്ടല്ലോ, ആ കലങ്ങിയ അവസ്ഥ ഒന്നുകൂടെ കലക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ റിട്ടയറായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറേ പോലീസ് ഓഫീസർമാരിങ്ങനെ എന്താണ് രംഗത്തുണ്ട്. അപ്പോൾ അവർക്ക് കുറേ എപ്പിസോഡുകൾ ചെയ്യാൻ കുറേ കേസുകളുണ്ടല്ലോ. അതെ, ആ നിരക്ക് സെൻസേഷനുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വ്യൂവേഴ്സ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളാണെങ്കിൽ ഇത് എന്തായാലും ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു വ്യക്തിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല എന്നർത്ഥം. അല്ല, അതിൽ വേറൊരു വിഷയം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ മുകളിൽ ആരോപണം വരുന്ന വിഷയങ്ങളെന്ന് നോക്കുക. ഇപ്പോൾ ലവ് ജിഹാദ് നമ്മൾ പറഞ്ഞു, ഇസ്ലാമിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്തൊരു വിഷയം വെച്ചിട്ട് മുസ്ലിങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ മേൽ ആരോപണം കൊണ്ടുവരിക, അല്ലെങ്കിൽ പിന്നെ എന്താ കഞ്ചാവ് ജിഹാദോ, നാർക്കോട്ടിക് ജിഹാദ്. അതും നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്താ അതിനോടുള്ള സമീപനം, അത് വെച്ചിട്ട് ഇസ്ലാമിനെ ആക്രമിക്കുക. അപ്പോൾ യാതൊരു തരത്തിലും ഇപ്പോൾ ഒരു സത്യാനന്തര കാലം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ സത്യം ചെരുപ്പിടുമ്പോഴേക്ക് പിന്നെ നുണലോകം ചുറ്റി വന്നിട്ടുണ്ടാവുന്ന നിലക്ക്. അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങൾ ഒരു തരത്തിലും മുസ്ലിങ്ങൾക്ക് പ്രാമാണികമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് മുസ്ലിങ്ങളെ ആരോപണം